ആയിരിക്കുന്ന സമയത്ത് തന്നെ ഒരിക്കലും നമ്മുടെ ഇമകളെ അടയ്ക്കുവാൻ അനുവദിക്കാത്ത വിധം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്തോ അതാണ് സ്വപ്നം എന്ന് റീഡിഫൈൻ ചെയ്തു. അതൊരു പുനർനിർവചനം. അങ്ങനെ അദ്ദേഹത്തിലെ ഒരുപാട് വചനങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയതും പ്രിയകരമായി തോന്നിയതും ആത്മഗതമെന്നോണം അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ്. അതിങ്ങനെയാണ്: I have born with ideas and thoughts. ഞാൻ ജനിച്ചത് സ്വതന്ത്രമായ ചിന്തകളോടെയും സമുന്നതമായ ആശയങ്ങളോടെയും. And so I have got imagination. ആ ആശയങ്ങളും ചിന്തകളും ഒത്തുചേരുമ്പോൾ എനിക്ക് ഭാവന രൂപം കൊള്ളുകയാണ്. Because I have got imagination, I am having wings. ആ ഭാവന എനിക്ക് സമ്മാനിക്കുന്നത് ചിറകുകളാണ്. And because I have got wings, I will fly. ഒരു തവണയല്ല അദ്ദേഹം പറഞ്ഞു, I will fly and I will fly. ഭാവനയുടെ ചിറകിലേറി അനന്തമായ ആകാശത്തിന്റെ വിശാല നീലിമകളിലേക്ക്, ഉയരങ്ങളുടെ ഉന്നത സോപാനങ്ങളിലേക്ക്, ഉത്തുംഗ ശൃംഗങ്ങളിലേക്ക്, ഉദാത്തമായ മേഖലകളിലേക്ക് പറന്നുയരും എന്ന് പ്രഖ്യാപിച്ച ശ്രീ APJ അബ്ദുൽ കലാമിനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സമാപന സമ്മേളനം ആരംഭിച്ചത് എന്തുകൊണ്ടും സമുചിതമായി എന്ന് പറയുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. യുവാക്കളുടെ ക്ഷേമമാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദാർശനികൻ ഞാൻ പറയും സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ അറിയപ്പെടുന്നത് ദാർശനികന്മാരുടെ മാർക്സിസ്റ്റ് എന്നാണ്. മാർക്സിസ്റ്റുകളുടെ ദാർശനികൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ഈ സ്വാമി വിവേകാനന്ദൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു വചനം ഇതാണ്: യുവാക്കളെ, നിങ്ങളിലാണ് എന്റെ പ്രതീക്ഷ. ഒരു രാഷ്ട്രത്തിന്റെ ഭാവി നിലനിൽക്കുന്നത് അവിടുത്തെ യുവാക്കളിലാണ്. യുവാക്കളുടെ സ്വതന്ത്രമായ, സ്വച്ഛന്തമായ, സുതാര്യമായ ചിന്തകളിലും ജീവിത ശൈലിയിലും പ്രവർത്തനത്തിലുമാണ്. അത്തരമൊരു പ്രവർത്തനത്തെ രൂപപ്പെടുത്തുവാൻ മുന്നോട്ട് വന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്നുള്ളതിൽ നമുക്കെല്ലാം അഭിമാനമുള്ള അതിന്റെ ഭാഗമായി തീർന്നു. ഇവിടെ ഒരുപാട് പരിപാടികൾ നടന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ടാലന്റുകളെ തിരിച്ചറിയുവാനുള്ള, പേഴ്സണാലിറ്റി രൂപം കൊള്ളിക്കുവാനുള്ള, രൂപപ്പെടുത്തുവാനുള്ള ഒരുപാട് കർമ്മ പരിപാടികൾ നടത്തുകയും ചെയ്യും. എല്ലാ അവസരങ്ങളും മറ്റൊരു മേഖലയിൽ എത്തിച്ചേരാനുള്ള അസുലഭമായ സന്ദർഭങ്ങളാണ് നടക്കുന്നത്. Every chance is an opportunity. Every chance is an opportunity. So grab the opportunity. ആ ഓപ്പർച്യൂണിറ്റിയെ പരമാവധി നമ്മൾ സപ്രയോജനമാക്കുക. അതിനുള്ള ആവശ്യമാണ് ഇവിടെ നിന്ന് നൽകുന്നത്. പക്ഷേ നമ്മളൊരു പുതിയ പ്രവർത്തനത്തിലേക്ക്, പുരോഗതിയുടെ പാതയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. നമ്മുടെ മഹാത്മാവായ മഹാത്മജി അത് മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പക്കാരൊരു പുതിയ കർമ്മമേഖലയിലേക്ക് കടക്കുമ്പോൾ അവർക്ക് ചില പ്രതിസന്ധികളുണ്ട്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് they will ignore. അവർ കണ്ടില്ലെന്ന് നടിക്കും. നിങ്ങളൊരു പുതിയ വ്യവസായം ആരംഭിക്കുന്നതിരിക്കട്ടെ, നിങ്ങൾ പുതിയൊരു പ്രസ്ഥാനം ആരംഭിക്കുന്നതിരിക്കട്ടെ, എത്രയും വേണ്ടപ്പെട്ട ആളുകൾ they ignore എന്നാണ് ഗാന്ധിജി പറയുന്നത്. എല്ലാ മേഖലയിലുണ്ട്. എഴുത്തിന്റെ മേഖലയിലുണ്ട്, അഭിനയത്തിന്റെ മേഖലയിലുണ്ട്. പുതിയ എഴുത്തുകാർ കടന്നു വരുമ്പോൾ പഴയ എഴുത്തുകാർ കണ്ടില്ലെന്ന് നടിക്കും. അവരെത്രമേൽ പ്രതിഭാധനന്മാരാണെങ്കിൽ പോലും ഈ അവഗണനയുണ്ടല്ലോ, ക്രൂരമായ അവഗണന, ഈ അവഗണനയെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നിരിക്കട്ടെ. ഗാന്ധിജി പറയുന്നു, രണ്ടാമതൊരു അവസ്ഥയുണ്ട്, പ്രതിസന്ധിയുണ്ട്. ഇവരെല്ലാം തന്നെ നിങ്ങളെ അവഗണിച്ച ആളുകൾ എന്ത് അറിയോ? They laugh at you. അവർ നിങ്ങളെ കളിയാക്കി ചിരിക്കും, പരിഹസിക്കും. പരിഹസിക്കുമ്പോൾ നമ്മൾ പതറിപ്പോകും. ആ പരിഹാസം
നേരിടാനാവാതെ നമ്മൾ ചഞ്ചല ചിത്തരായാൽ നമ്മളവിടെ അവസാനിക്കുകയാണ്, നമ്മളവിടെ തോറ്റുപോവുകയാണ്. അതും നമ്മൾ അതിജീവിച്ചെന്നിരിക്കട്ടെ. എല്ലാ പരിഹാസ ശരങ്ങളെയും അതിലംഘിച്ചുകൊണ്ട് നമ്മൾ നിശ്ചയദാർഢ്യത്തോടെ, ലക്ഷ്യബോധത്തോടെ, നവോന്മേഷത്തോടെ മുന്നോട്ട് പോകുന്നു എങ്കിൽ ഗാന്ധിജി പറയുന്നു, മൂന്നാമതൊരവസ്ഥയുണ്ട്. They will start criticizing you. നിങ്ങളെ അവർ വിമർശിക്കാൻ തുടങ്ങും. അടുത്ത വാചകമാണ് ഇതിലെ ഗോൾഡൻ വാചകം. And then you will win. അപ്പോൾ നിങ്ങൾ വിജയിക്കും. ഈ മൂന്നവസ്ഥകളെയും അതിലംഘിക്കുമ്പോൾ അവർ നിങ്ങളോട് കൈയടിക്കും. എനിക്ക് ഓർമ്മ വരുന്നത്, ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു പഴയ കഥയാണ്. ഒരു ഉയരം കൂടിയ ടവറിലേക്ക്, ആ ടവറിന്റെ ഏറ്റവും ഉത്തുംഗമായ ബിന്ദുവിലേക്ക് എത്തുവാനുള്ള ഒരു മത്സരം നടക്കുന്നു തവളകളിൽ. നിങ്ങളൊരു പക്ഷേ ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഒക്കെ ഒരുപാട് ക്ലാസ്സുകളിലൂടെ കടന്നു പോകുവാനുള്ള അവസരമുള്ളത് കൊണ്ട് ഇത്തരം കഥകളൊക്കെ അവിടെ സുലഭമാണ്. അപ്പൊ തവളകൾ ഇങ്ങനെ പോവുകയാണ്, തവളകൾ ചാടുകയാണ്. ആ ടവറിന്റെ മുകളിൽ എത്തുന്ന ആൾക്ക് ഇതേപോലെ സമ്മാനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ തവളകൾ ഇങ്ങനെ ചാടി കുറച്ചു ദൂരം എത്തുമ്പോൾ തന്നെ അവർ തളർന്നു പോകുന്നു, ക്ഷീണിച്ചു പോകുന്നു. തവളകൾക്കും പ്രമേഹമൊക്കെ ഉണ്ട്. മനുഷ്യരെ സംബന്ധിക്കുന്ന, മനുഷ്യരുമായി ചുറ്റുപാടിൽ താമസിക്കുന്ന എല്ലാവർക്കും ഇത് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അപ്പോൾ തവളകൾ തളർന്നു പോവുകയാണ്. ഈ തവളകൾ ഇങ്ങനെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ ആദ്യം കൈയടിച്ചു, പിന്നെ കൂകി വിളിച്ചു. കൂക്കുവിളികൾ നേരിട്ട് പരിഹാസ്യരായി ചമ്മി പല തവളകളും തിരിച്ചിറങ്ങി. അങ്ങനെ ഏതാണ്ട് പകുതി ദൂരം കയറിയവർ വരെ ഇവരുടെ കൂക്കുവിളികളെ നേരിടാനാകാതെ ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. ഒരുത്തൻ മാത്രം, നമ്മുടെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിശ്ചയദാർഢ്യത്തോടെ, സ്വതന്ത്രമായ ചിന്താശേഷിയുടെ ആ പിൻബലത്തോടെ, ആത്മശക്തിയോടെ മുന്നോട്ട് പോയി. അവൻ ആ ടവറിന്റെ മുകളിലേക്ക് പോകുന്നു. അവനെ ഇവരെല്ലാം കൂക്കി വിളിച്ചു. ഏതാണ്ട് അയാൾ വിജയത്തിന്റെ ആ പ്രത്യേക പഥത്തിലെത്തും എന്ന് കണ്ടപ്പോൾ അവർ കൈയടിക്കുകയും ചെയ്തു. അയാൾ അതിന്റെ മുകളിൽ കയറി, ശാന്തനായതിന്റെ മുകളിൽ കയറി. അയാൾ വിജയം വരിച്ചു. തിരിച്ചിറങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിലെ പത്രക്കാരും ആളുകളും ഒക്കെ കൂടുമല്ലോ. അവർ ചോദിച്ചു, ഇത്രയൊക്കെ കൂക്ക് വിളിച്ചിട്ടും ഇത്രയൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ടും എന്തേ അതൊന്നും ശ്രദ്ധിക്കാതെ ഇത്രയേറെ പിടിച്ചു നിൽക്കാൻ എങ്ങനെ സാധിച്ചു? യോഗ വല്ലതും പരിശീലിക്കുന്നുണ്ടോ? ധ്യാനമുണ്ടോ? മെഡിറ്റേഷൻ ഉണ്ടോ? എന്താണ് ഇതിന്റെ ജാലവിദ്യ? അയാളൊന്നും പറഞ്ഞില്ല. നിറകുണം തുളുമ്പുകയില്ലല്ലോ. അയാളൊന്നും പറഞ്ഞില്ല. എത്ര ചോദിച്ചിട്ട് അയാളൊന്നും പറഞ്ഞില്ല, ചിരിച്ചോണ്ട് വന്നു. അപ്പോ അയാളുടെ ഒരു ബന്ധു, കസിൻ, വേറൊരു തവള പറഞ്ഞു, അവനോട് ചോദിക്കണം, അത് പൊട്ടനാണെന്ന് പറഞ്ഞു. ഇയാൾ പൊട്ടനായിരുന്നു. അയാളൊന്നും കേട്ടില്ല. കൂക്കി വിളിച്ചതും കേട്ടില്ല, പ്രോത്സാഹിപ്പിച്ചതും കേട്ടില്ല. അയാളൊന്നും കേട്ടില്ല. ഒന്നും കേൾക്കാതിരിക്കുന്നതാണ്, നമ്മൾക്ക് നേരെയുള്ള വിമർശനങ്ങളെ അറിയാതിരിക്കുന്നതാണ്. Turn a deaf ear towards criticism എന്ന് പറയും. ആ വിധത്തിൽ ഒരു ഡഫ് ഇയർ നൽകിക്കൊണ്ട് ശ്രദ്ധിക്കാതെ നമ്മുടെ മനസ്സിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉത്തമമായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനുള്ള ഉത്കടമായ ഹൃദയ വികാരത്തോടും ഹൃദയ വിചാരത്തോടും മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയം നിങ്ങളുടേതായിരിക്കും എന്ന് പറയുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇന്നൊന്ന് പറയാനുള്ളത്, എപ്പോഴും പറയാനുള്ളത്, give your 100%. 100% നിങ്ങൾ നൽകുക. വിജയത്തിന് ഒറ്റ മന്ത്രമേ, ഒറ്റ സീക്രട്ടേ ഉള്ളൂ. ഏതു കാര്യത്തിൽ ഇടപെടുമ്പോഴും നിങ്ങളുടെ 100%, അത് ശ്രദ്ധയായാലും അത് പ്രവർത്തനമായാലും അത് അധ്വാനമായാലും, നിങ്ങളുടെ 100% നിങ്ങൾ നൽകുക. 100% നൽകുമെങ്കിൽ നിശ്ചയമായിട്ട് വിജയിക്കും. നമ്മുടെ പേഴ്സണാലിറ്റി ക്ലാസ്സിലൊക്കെ അത് പറയുന്ന വേറെ തരത്തിലാണ്. പ്രസന്റിൽ പ്രസന്റ് ആയിരിക്കുക. വർത്തമാനകാലത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കുക. പലപ്പോഴും നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടത്തെ കാര്യം ആലോചിക്കുകയും അവിടെ നിൽക്കുമ്പോൾ ഇവിടത്തെ കാര്യം ആലോചിക്കുകയും ഒന്നും അനുഭവിക്കാൻ ഇടവരാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയും. പ്രസന്റ് ഏകാഗ്രത ഉണ്ടാവും. അതിൽ നമ്മളുടെ കൂർമ്മമായ മനസ്സാന്നിധ്യം ഉണ്ടാവും. നെപ്പോളിയനെ കുറിച്ച് പറയുകയാണ്. നെപ്പോളിയന് ഏത് കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ശ്രദ്ധയുണ്ടായിരുന്നു. നെപ്പോളിയന്റെ ഈ ഇന്റൻസിറ്റി ഓഫ് കോൺസെൻട്രേഷൻ, അദ്ദേഹത്തിന്റെ ഏകാഗ്രതയുടെ തീവ്രത പരിശോധിക്കാൻ വേണ്ടി ഒരിക്കൽ ഒരു സുഹൃത്തുക്കൾ
ചേർന്നിട്ട് ഒരു പരീക്ഷണം ഒപ്പിച്ചു. നെപ്പോളിയൻ ഇങ്ങനെ കപ്പിലും സോസറിലുമായിട്ട് ചായ കുടിക്കുകയാണ്. എതിർവശത്ത് അയാൾ ഒരു സുഹൃത്ത് വന്നിരുന്നു. അയാൾ ചായ കുടിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷേ നെപ്പോളിയനെ കുറിച്ച് എന്താ കേട്ടിരിക്കുന്നത്? അദ്ദേഹം ചായ കുടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആ കപ്പിലും സോസറിലുമായിരിക്കുമെന്നാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അത് എത്രമാത്രം ഉണ്ടെന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി തൊട്ട് പിന്നിൽ ഭയാനകമായ ശബ്ദത്തോടെ ഒരു വെടി പൊട്ടിച്ചു. ഈ വെടി ശബ്ദം കേട്ടിട്ട് അത് ആസൂത്രണം ചെയ്ത ആൾ ഇരുന്ന ബസ്സിൽ നിന്നും താഴെ പോയി. അയാൾ ഇതെല്ലാം ആസൂത്രണം ചെയ്തു. അപ്പോഴും നെപ്പോളിയൻ ചായ കുടിച്ചുകൊണ്ട് അതാണ് പ്രസൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആർട്ട് ഓഫ് ലിവിങ്ങിന് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ നടക്കുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ, അവരൊരു പാത്രത്തിൽ, ഒരു സ്ഫടിക പാത്രത്തിൽ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ട് അടുത്ത സെഷൻ ഫ്രൂട്ട്സ് ആണെന്ന് പറയും. എല്ലാവരും വളരെ ആവശ്യത്തോടെ ഇരിക്കും. ഒരു പെൺകുട്ടി വന്നിട്ട് ഈ പാത്രത്തിൽ നിന്ന് മുന്തിരി ഓരോ ആളുടെയും കൈവെള്ളയിലേക്ക് കൊടുക്കും. എല്ലാവരും ഓരോ മുന്തിരി വാങ്ങും. ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു മുന്തിരി. എന്നിട്ട് ഇതിന്റെ ആചാര്യൻ പറയും, നിങ്ങളുടെ എല്ലാം കൈകളിൽ ഇപ്പോൾ ഒരു മുന്തിരി കിട്ടിയല്ലോ എന്ന് പറയുമ്പോഴേക്കും പലരും മുന്തിരി കഴിച്ചു. അതവർക്കറിയാം. അപ്പൊ പലരുടെയും കൈശൂന്യമാണ്. മുന്തിരി ഇപ്പോൾ കയ്യിലില്ലാത്തവർ കൈ ഉയർത്തുക, അവർക്ക് വീണ്ടും മുന്തിരി കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പറയും, നമ്മൾ ഒരുപാട് മുന്തിരികൾ കഴിച്ചു വരാം, ജീവിതത്തിൽ ഒരുപാട് കിലോ കണക്കിന് മുന്തിരി കഴിച്ചു വരാം. നിങ്ങൾ ഈ മുന്തിരി കണ്ടിട്ടുണ്ടോ? എപ്പോഴും ഈ മുന്തിരി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കൈവെള്ളയിലിരിക്കുന്ന ഈ മുന്തിരിയെ നിങ്ങളൊന്ന് നോക്കുക. ഈ മുന്തിരിയെ ഒന്ന് നോക്കുക. അപ്പോഴാണ് ആളുകൾ മുന്തിരി നോക്കുന്നത്. ബ്രൗൺ മുന്തിരിയാണ് തന്നത്. ആ ബ്രൗൺ മുന്തിരിയിലാകട്ടെ നമ്മൾ നോക്കും. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോൾ ചിലരുടെ കയ്യിൽ നിന്ന് ഉരുണ്ടുപോയി. അവർ പറഞ്ഞു അവർക്ക് വേറെ കൊടുത്തു. മുന്തിരിയെ ഈ 2 വിരലുകൾക്കുള്ളിൽ നിർത്തിയിട്ട് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഗ്ലോബ് പോലെ തോന്നും. ആ മുന്തിരിയിൽ തന്നെ പല നിറഭേദങ്ങൾ തോന്നും. അതിൽ തന്നെ പല ചിത്ര ഡിസൈനുകൾ തോന്നും. മുന്തിരിയെ ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കാനുണ്ട് കേട്ടോ. അതിൽ ചില മുന്തിരികളിൽ ചില പൊട്ടലുകളുണ്ട്. ചിലതിൽ നിന്ന് അതിന്റെ ജെൽ പുറത്ത് ചാടാൻ നിൽക്കുന്നു. അങ്ങനെ മുന്തിരിയെ മൊത്തമായി നോക്കാൻ തന്നെ 1 മിനിറ്റോളം നമുക്ക് എടുക്കേണ്ടി വരും. പൂർണ്ണമായി നോക്കി തീർന്നവർ അനൗൺസ്മെന്റാണ്. പൂർണ്ണമായി മുന്തിരി നോക്കി തീർന്നവർ ആ മുന്തിരിയെ നാവിലേക്ക് ഇടുക. നാവിലേക്ക് ഇടാൻ സമയമുണ്ട്. ഇനി ആ മുന്തിരി നിങ്ങൾ നാവിൽ ഒന്ന് നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ പലരും നിസ്സഹായരായി നോക്കുക. നാവിലിട്ട വഴിക്ക് തന്നെ മുന്തിരി അങ്ങ് പോയി. അതാണല്ലോ മുന്തിരി നാവിലില്ലാത്തവർ കൈമുക്കുക. ഒരുപാട് പേര് കൈമുക്കി വീണ്ടും മുന്തിരി കൊടുത്തു. നാവിൽ നിർത്തുക. മുന്തിരിയെ നാവിൽ നിർത്താൻ കഴിയും. നമുക്ക് മുന്തിരിയെ നമുക്ക് നാവിൽ നിർത്താൻ കഴിയും. നമ്മൾ ഒരിക്കലും നിർത്തിയിട്ടില്ല എന്നുള്ളത് വേറെ. നിർത്തിയിട്ടോ ആ മുന്തിരിയെ നാവ് കൊണ്ട് നമ്മുടെ വായ്ക്കുള്ളിൽ കുറെ ഒരു പ്രപഞ്ചമുണ്ട്. വായ്ക്കുള്ളിൽ അത് ആ പ്രപഞ്ചത്തിലൂടെ ആ മുന്തിരിയുമായി ഒരു ഭ്രമണത്തിൽ ഏർപ്പെടുക. ഭ്രമണത്തിൽ ഏർപ്പെടുമ്പോൾ മുന്തിരി ഈ ഭാഗത്ത് വരും, വലതു ഭാഗത്ത് വരും. മുന്തിരി നമ്മുടെ വായ്ക്കുള്ളിലെ ടിഷ്യൂസിലൂടെ, കോശങ്ങളിലൂടെ, സ്പേസിലൂടെ, തലങ്ങളിലൂടെ, പ്രതലങ്ങളിലൂടെ മുന്തിരി സഞ്ചരിക്കുകയാണ്. ഈ സഞ്ചാരത്തിനിടയിൽ ചിലരുടെ നിയന്ത്രണം വിട്ട് മുന്തിരി താഴെ അവർ വീണ്ടും മുന്തിരി എന്ന് പറഞ്ഞാൽ ഒരു മുന്തിരിക്ക് തന്നെ നമ്മുടെ വായ്ക്കുള്ളിൽ ചുറ്റിക്കറങ്ങാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് സമയം വേണ്ടതുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, മുന്തിരിയുടെ പര്യടനം കഴിഞ്ഞുവെങ്കിൽ, നിങ്ങളുടെ വായ്ക്കുള്ളിൽ ഈ മുന്തിരിയുടെ പര്യടനം കഴിഞ്ഞു എങ്കിൽ ഇനി നിങ്ങൾക്ക് ആ മുന്തിരിയെ പൊട്ടിക്കാം. പല്ലുകൊണ്ട്, കൂർത്ത പല്ലിന്റെ ഒരു മുനവുണ്ട്. ഈ മുന്തിരിയെ പൊട്ടിക്കാം. മുന്തിരിയെ പൊട്ടിക്കുന്ന ആ സാങ്കേതിക ക്രിയയ്ക്കുള്ളിൽ വെച്ച് പലരുടെയും മുന്തിരി നഷ്ടമായി. മുന്തിരി പൊട്ടിച്ചിട്ട് അവർ പറഞ്ഞത് ആ ജെല്ല് ഫീൽ ചെയ്യുക. മുന്തിരിക്കുള്ളിൽ ഒരു ജെല്ലുണ്ട്, ആ ജെല്ലിനെ ഫീൽ ചെയ്യുക. ചുരുക്കി പറഞ്ഞാൽ ഒരു ചെറിയ മുന്തിരിയിൽ പോലും അനവധി സമയം, മിനിറ്റുകൾ ചെലവഴിച്ച്
ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ ഉണ്ട് എന്നാണ്. നമ്മൾ എത്രയോ കിലോ മുന്തിരി കഴിച്ചവരാണ്. ഒരു മുന്തിരി പോലും നമ്മൾ ശരിക്ക് അനുഭവിക്കുവാനോ അറിയുവാനോ ആസ്വദിക്കുവാനോ സാധിച്ചില്ല എന്ന് പറയുന്ന പരമമായ സത്യം ഈ അനുഭവത്തിലൂടെ, ഈ അനുഭവ ദൃഷ്ടാന്തത്തിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു ആ ക്ലാസ്. ഇത് തന്നെയാണ് എല്ലാത്തിലും, ഏതു കാര്യം ചെയ്യുമ്പോഴും. ഇന്നത്തെ ഈ പ്രഭാഷണത്തിന്റെ സന്ദേശമായി ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് ഈ സായാഹ്നത്തിൽ ഈ വാചകമാണ്. ഏതു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് അവിടെ ഉണ്ടാവുക, നമ്മുടെ ആത്മാർത്ഥത അവിടെ ഉണ്ടാവുക, നമ്മൾ 100% അതിൽ സമർപ്പിക്കുക. 100% നമ്മൾ ഏത് കാര്യത്തിൽ സമർപ്പിച്ചാലും അത് 100% വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കൾ തങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്താരയിലുള്ള ഓരോ നിമിഷവും ഈ വിധത്തിൽ സമർപ്പിത മനസ്സോടെ മുന്നോട്ട് പോകണം എന്ന് ആശംസിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമാപന സമ്മേളനം ഞങ്ങളുടെ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു.